കോൺഗ്രസ് നേതാക്കൾ മാധ്യമങ്ങളോട് പറയുന്ന സ്ഥിരം വാചകമുണ്ട്. ആരൊക്കെ വന്ന് ഞങ്ങളോടൊപ്പം ഫോട്ടോ എടുക്കുന്നു, ഇപ്പോൾ റീൽ ചിത്രീകരിക്കുന്നു, അതിൽ ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? ഫോട്ടോ എടുക്കാൻ വരുന്നവരോട് പാടില്ല പാടില്ല എന്ന് പറയാൻ കഴിയുമോ? അങ്ങനെ പറഞ്ഞാൽ അതും വാർത്തയാകും. അതും രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ, ഞങ്ങൾക്കെതിരെ വലിയ ആയുധമാക്കും. അതുകൊണ്ട് ആര് ഫോട്ടോ എടുക്കാൻ വന്നാലും ഞങ്ങൾ നിന്നുകൊടുക്കും. ഇതാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നതിൽ ശരിയുമുണ്ട്. ഒരു തവണ അങ്ങനെ സംഭവിച്ചാൽ പറയാം ഒരു തവണയല്ലേ എന്ന്. നിരവധി തവണ, അത് എവിടെയൊക്കെ, ഓഫീസിൽ, വീട്ടിൽ നിരവധി തവണ സന്ദർശിച്ചാലോ അടുത്ത ബന്ധമുണ്ട് എന്നല്ലേ അർത്ഥം. അതാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ മുൻ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ മുഹമ്മദ് ഹുസൈനുമായി ബന്ധപ്പെട്ട സംഭവം. മുഹമ്മദ് ഹുസൈൻ ഇപ്പോൾ ജയിലിലാണ്. പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. ചെറിയ കേസല്ല, രാസലഹരി കടത്തിയ കേസാണ്. 2 മാസം കൊണ്ട് നടത്തിയ ഇടപാട് 46 ലക്ഷത്തിൻ്റെതാണ് എന്നോർക്കണം. 46 ലക്ഷത്തിൻ്റേത്. എത്രയോ വർഷമായി മുഹമ്മദ് ഹുസൈൻ ഈ പണി നടത്തിക്കൊണ്ടിരിക്കുന്നു. വി.ഡി. സതീശൻ്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററായി നിൽക്കുന്ന സമയത്ത് തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കോടികളുടെ ഇടപാടാണ് നടത്തിയത്. വിദേശത്ത് നിന്നാണ് രാസലഹരി കൊണ്ടുവരുന്നത്, കൈമാറുന്നത് ബാംഗ്ലൂരിൽ വെച്ച്. റിയ എന്ന ഇടനിലക്കാരിയുണ്ട്. നൈജീരിയയിൽ നിന്നാണ് രാസലഹരി കൊണ്ടുവരുന്നത് എന്ന് പോലീസിന് മനസ്സിലായിട്ടുണ്ട്. ആരാണ് ഇതൊക്കെ ചെയ്തത്? മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ മുൻ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ. അടുത്ത സുഹൃത്തുക്കളാണ്, അടുത്ത ബന്ധമാണ് മുഹമ്മദ് ഹുസൈനുമായി മുഖ്യമന്ത്രിക്ക് എന്ന് മുഹമ്മദ് ഹുസൈൻ്റെ ഫേസ്ബുക്ക് പേജ് നോക്കിയാൽ ആർക്കും മനസ്സിലാക്കും. എത്രയോ തവണ അദ്ദേഹത്തെ കാണുകയും, എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയെ കാണുകയും, സംസാരിക്കുകയും, ഒന്നിച്ചിരിക്കുകയും, ഭക്ഷണം കഴിക്കുകയും, MLA ഓഫീസിലിരുന്ന് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ വരെ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തൻ്റെ കൂടെയുള്ളത് രാസലഹരി കടത്തുന്ന ആളാണ് എന്ന് വി.ഡി. സതീശന് മനസ്സിലായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. വിശ്വസിക്കാം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അവിശ്വസിക്കേണ്ട കാര്യമില്ല. എന്നിരുന്നാലും സംശയത്തിൻ്റെ നിഴൽ ഇപ്പോഴും ഉണ്ട്. അത് പൂർണ്ണമായും മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഒരു വാർത്ത വരുന്നത്. കാസർഗോഡ് നിന്നാണ് വാർത്ത. കാസർഗോഡ് MDMA കടത്തുകേസിൽ പ്രതികളെ സംരക്ഷിക്കാൻ നേരിട്ടിറങ്ങി കോൺഗ്രസ് നേതൃത്വം. പ്രതികൾക്കായി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാജി കമ്മാടം കോടതിയിൽ ഹാജരായി. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ മുൻ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഹുസൈൻ കേസിൽ പ്രധാന പ്രതിയാണ്. ഇതാണ് വാർത്ത. കേസിൻ്റെ തുടക്കം മുതൽ, കേസ് തുടങ്ങിയ ഘട്ടം മുതൽ, അറസ്റ്റ് നടന്ന ആ ദിവസം മുതൽ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. തൂഫാൻ പദ്ധതിയുടെ നോഡൽ ഓഫീസറായ പുട്ട വിമലാദിത്യയെ മാറ്റി. രായ്ക്കരാമാനമാണ് സ്ഥലം മാറ്റിയത്. എന്തിനു മാറ്റി എന്നതിന് ഇതുവരെ ഉത്തരം മുഖ്യമന്ത്രിയോ അതല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയോ പറഞ്ഞിട്ടില്ല. രമേശ് ചെന്നിത്തല അറിയാതെയാണ് മുഖ്യമന്ത്രി മാറ്റിയത് എന്ന ചില സൂചനകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചില സൂചനകൾ പുറത്തു കൊടുക്കുന്നത് രമേശ് ചെന്നിത്തലയുമായി അടുത്ത കേന്ദ്രങ്ങൾ തന്നെയാണ് എന്നാണ് വാർത്ത. അതിനുശേഷം മറ്റൊരു സ്ഥലം മാറ്റമുണ്ടായി. അത് അറസ്റ്റ് ചെയ്ത CIA സ്ഥലം മാറ്റി. കാസർഗോഡ് ജില്ലയിലെ ചന്ദേര വെച്ചിട്ടാണ് അറസ്റ്റ് നടന്നത്. CIA സ്ഥലം മാറ്റി. അദ്ദേഹമായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തെ സ്ഥലം മാറ്റി. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ വാങ്ങുന്നത് നീണ്ടുപോയി. ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട് വെറും 3 ദിവസത്തേക്ക് മാത്രം. 3 ദിവസമാണ് ആവശ്യപ്പെട്ടത്. 2 ദിവസമാണ് കോടതി അനുവദിച്ചത് എന്നാണ് വാർത്ത. എന്തായാലും കേസ് അട്ടിമറിക്കാൻ ആദ്യം മുതൽ അവസാനം വരെ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ സംശയമുണ്ട് ഇത് ചില കളികളൊക്കെ നടന്നിട്ടുണ്ട് എന്ന്. അപ്പോഴാണ് പുതിയ വാർത്ത വരുന്നത്. കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരായി എന്ന വാർത്ത. നോക്കണേ കളി എവിടം വരെ എത്തി എന്ന്. മുഹമ്മദ് ഹുസൈനെ സംരക്ഷിക്കാൻ, അതും ചെറിയ കടത്തുകാരനല്ല, വിദേശത്ത് നിന്ന് രാസലഹരി കൊണ്ടുവന്ന് കേരളത്തിൽ എല്ലാ ജില്ലകളിലും വിതരണം ചെയ്യുന്ന വിതരണക്കാരനാണ്. 2 മാസത്തിനിടെ നടത്തിയത് 46 ലക്ഷം രൂപയുടെ ഇടപാടാണ്. എന്ന് വെച്ചാൽ വൻ ലഹരി മാഫിയ. അത് പ്രവർത്തിച്ചത് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസ് കേന്ദ്രീകരിച്ചു. ചെറിയ കുറ്റമല്ല. പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ അതെല്ലാം തമസ്കരിച്ച് ഒതുക്കി മൂലയിലേക്ക് മാറ്റി വച്ചിരിക്കുകയാണ്.
എന്തൊരു കരുതലാണ് UDFന് മാധ്യമങ്ങൾ നൽകുന്നത് എന്ന് ഓർക്കണം. എല്ലാ മാധ്യമങ്ങളുമല്ല, പ്രമുഖ മാധ്യമങ്ങൾ.